ഈ അടുത്തിടെ ഞാനൊരു വീഡിയോയിൽ കേട്ടതാണ്. നിങ്ങളിതിനോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വളരെ അത് കറക്റ്റാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. എ വുമൻസ് ലോയൽറ്റി ഈസ് ടെസ്റ്റഡ് വെൻ മെൻ ഹാസ് നത്തിങ്. എ മെൻസ് ലോയൽറ്റി ഈസ് ടെസ്റ്റഡ് വെൻ ഹി ഹാസ് എവറിത്തിങ്. ഒരു പുരുഷ സ്ത്രീ റിലേഷൻഷിപ്പിൽ ഒരു സ്ത്രീയുടെ വിശ്വസ്തത ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അവളുടെ കൂടെ നിൽക്കുന്ന പുരുഷന് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. എന്നാൽ ഒരു പുരുഷൻ്റെ വിശ്വസ്തത ഒരു സ്ത്രീയോടുള്ളത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അവന് എല്ലാം ഉള്ള അവസ്ഥയിലാണെന്ന്. അപ്പോൾ നമ്മളൊരു മാരേജ് ലൈഫുമായിട്ട് ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പുരുഷന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴൊക്കെ കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ, അത് ചിലപ്പോൾ ഗേൾ ഫ്രണ്ട് ആവാം, ആരായാലും, അപ്പോഴാണ് അവൾ ശരിക്കും പ്രൂവ് ചെയ്യുന്നത് ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് നമുക്ക് ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ വിവാഹത്തിന് ശേഷം സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സാലറിയിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റിവെക്കാനായിട്ട് എൻ്റെ ഭർത്താവ് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോൾ അത് നടത്തി തരാതെ കിട്ടുമ്പോൾ എനിക്ക് അപ്പോൾ ഒരു കുറച്ച് വിഷമം ഉണ്ടാവും. അപ്പോൾ ആൾ സ്ഥിരം പറയുന്നൊരു വാക്കുണ്ട്, ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കും എന്നെ ആദ്യം കുറ്റപ്പെടുത്താമെന്ന്. ഇനി നേരെ മറിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ കഷ്ടപ്പാടിൽ കൂടിയൊക്കെ കടന്നു പോയി കഴിഞ്ഞ് പുരുഷനൊരു നല്ല രീതിയിൽ നല്ലൊരു സ്റ്റാറ്റസിലൊക്കെ എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അത്രയും നാൾ കൂടെ നിന്നിരുന്ന ആ ഒരു ലൈഫ് പാർട്ട്ണറെ അല്ലെങ്കിൽ ഭാര്യയെ മറക്കുന്നൊരവസ്ഥ, ഒരു പോരായിക അല്ലെങ്കിൽ വീട്ടിൽ ടൈം കൊടുക്കാനില്ലാത്ത ഒരു സിറ്റുവേഷൻ നമ്മുടെ ചുറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ ഇതുപോലെ കാണാനായിട്ട് പറ്റും. അതായത് ഭർത്താവിനോ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറിനോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇട്ടുകൊണ്ട് പോകുന്ന ആൾക്കാർ. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഒരു ഉന്നത വിജയത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, എല്ലാം നേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വന്തം പാർട്ട്ണറെ മറക്കുന്നൊരവസ്ഥ. വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.